ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫ്യൂടെക്കിൻ്റെ വെർഷൻ 4 റിമോട്ട് കിറ്റാണ്. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല, മുൻ വെർഷൻസിനെ അപേക്ഷിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ റിമോട്ടിലാണ് മെയിനായിട്ട് വന്നിരിക്കുന്നൊരു മാറ്റം. റിമോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് AV റിസീവറിലൊക്കെ വരുന്ന ടൈപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന റിമോട്ടാണ്. ഇതിലൊരു LED ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന 12012 2 ആംപിയർ ആണ്. AC സപ്ലൈ ആണ്. ഇതിൽ തന്നെ ഇതിൻ്റെ റെക്ടിഫയറും പിന്നെ ബക്ക് കൺവെർട്ടർ ആ സെക്ഷൻ അതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് പവറപ്പായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പഴയ കിറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾസിലൊന്നും ഒരു മാറ്റം കാണുന്നില്ല. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റിയർ, സെൻറ്റർ, വൂഫർ, പിന്നെ ബാസ്, ട്രബിൾ ഇതെല്ലാം അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ റിമോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ HDMI എന്നുള്ള HDARC ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ പുറത്ത് വരുന്ന HDMI ബോർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ വർക്കാവുള്ളൂ. ഇതിൽ SPDF ആണ്, ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, കോയാക്സിൽ 1. ഈ ഡിജിറ്റൽ ഇൻപുട്ടിൻ്റെ ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യണത് ഈ സ്വിച്ച് വെച്ചാണ്. പിന്നെ ഉള്ളത് ഓക്സ്, പിന്നെ USB മോഡ്, ബ്ലൂടൂത്ത്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ മോഡ് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് സെറ്റിങ്സിലോട്ട് കയറാൻ പറ്റും. നമുക്ക് സ്പീക്കർ സെറ്റപ്പ്, ഓഡിയോ സെറ്റപ്പ്, സിസ്റ്റം സെറ്റിങ്സ് ഇതെല്ലാം ഉണ്ട്. ഇതിൽ ജനറൽ സെറ്റിങ്സിൽ നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നത് ലോഗോ ഫ്യൂടെക്കിൻ്റെ ലോഗോ ഉണ്ട്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, DTS:X ഉണ്ട്, സോണി ഉണ്ട്, പയനിയർ, JBL, DSP, DTS ഓഡിയോ സിസ്റ്റം, ഇത്രയും ലോഗോസാണ് ഇതിൽ വരുന്നത്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കി നമുക്ക് ഫ്രണ്ട്, സെൻറ്റർ, മാസ്റ്റർ, സറൗണ്ട്, സബ് വൂഫർ എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ മ്യൂസിക് മോഡ്, മൂവി മോഡ്, അങ്ങനെ ഒരു 3 മോഡ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിമോട്ട് കിറ്റാണിത്. പക്ഷേ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നു, ഇതിൽ നമ്മൾ ഡോൾബി സപ്പോർട്ടാവുമെന്ന്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ ഉണ്ടല്ലേ, ഇത് DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവർ സർട്ടിഫിക്കേഷൻ ചെയ്ത പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ് ഒന്നും ഇതിൽ സപ്പോർട്ടാവില്ല. പക്ഷേ ഒരുവിധം ക്വാളിറ്റിയുള്ള നമ്മളെ ഡോൾബി DTS പിന്നെ അങ്ങനെയുള്ള ഫോർമാറ്റുകളെല്ലാം ഇതിൽ സപ്പോർട്ടാവും. അതുപോലെ തന്നെ ക്വാളിറ്റിയുണ്ട്. പിന്നെ കിറ്റിന് അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നവരെടുക്കുക. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ തന്നെ മിനി ഡീകോഡർ ഉണ്ട്. അതിലാകുമ്പോൾ ഈ ഒരു കിറ്റിൻ്റെ വില അതിന് വരുള്ളൂ. പക്ഷേ അതിൽ HDMI ഉണ്ട്, ഒപ്റ്റിക്കൽ, കോയാക്സിലെല്ലാം ഓരോ ഓപ്ഷൻ വെച്ചാണ് വരുന്നത്. അത് നമ്മൾ ഒരു റിമോട്ട് കിറ്റും ആ ബോർഡും കൂടെ വാങ്ങിച്ചു വരുമ്പം ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ് ആവും. പക്ഷേ ഇതിൻ്റെ HDMI ഉള്ള കിറ്റ് വെച്ച് നോക്കുമ്പോൾ അതാണ് ലാഭം. അത് നമുക്ക് ARC ഇൻപുട്ടാണ് പക്ഷേ അതിൽ വരുന്നത്. ഇതിൽ നമുക്ക് HDMI ഇൻപുട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് HDMI കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 HDMI വരും. പക്ഷേ മറ്റേ ഒറ്റ ഓപ്ഷനേ ഉള്ളത് ARC ആയിരിക്കും. അങ്ങനെ നമുക്കിപ്പം പുതിയ ആൻഡ്രോയിഡ് TVകളിൽ കണക്ട് ചെയ്യാനാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് നമ്മളെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് വിളിക്കുന്നുണ്ട് ആ 2.1 ആംപ്ലിഫയറിൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യാതെ പരമാവധി മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ആംപ്ലിഫയറിൻ്റെ വിലകൾ വരുന്നത് നമുക്ക് വാട്ട്സ് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് വില കൂടുതലാണ്. മറ്റേ ആംപ്ലിഫയർ 3.1 ഏകദേശം 25,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ആളുകൾ പറയുന്നത് തമിഴ്നാട് വെക്ക് പിന്നെ 7,000 രൂപ കിട്ടും, 8,000 രൂപ കിട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ ആദ്യം ഒന്ന് നോക്കേണ്ടതാണ്. കാരണം നമ്മൾ ആ ഒരു ട്രാൻസ്ഫോമറിനെ ടൊറോഡ് ട്രാൻസ്ഫോമർ ഒരെണ്ണം ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർക്ക് അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒന്നും അറിയാതെ വന്ന അവരെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് പോവുകയാണ്. സാധാരണ ഒരു ആംപ്ലിഫയറിൻ്റെ വിലയല്ല. ഇപ്പോൾ നമുക്ക് വില കുറഞ്ഞ ആംപ്ലിഫയർ 6,000 രൂപ ഒരു 5.1 കിട്ടും. ആ ഒരു ക്വാളിറ്റിയും നമ്മൾ ഈ അസംബിൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. രണ്ട് രീതിയാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് വില
ഇതിന് ഈ വക ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ ഇറങ്ങാവുന്നവർ ഇപ്പോൾ നമുക്ക് കുറേ പൈസ കളയത്തക്ക രീതിയിൽ തന്നെ ഇറങ്ങണം. എന്നാലേ നല്ല ആംപ്ലിഫയറിൽ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യണം പക്ഷേ ബഡ്ജറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ ചിലർ പറയുന്നത് AV റിസീവറിന് വില കൂടുതലാണ്ട് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ആംപ്ലിഫയറിന് ആംപ്ലിഫയറും AV റിസീവറും രണ്ടും രീതിയാണ്. അപ്പോൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പവറിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടുകളാവും. അപ്പോൾ അങ്ങനെ പൈസ കളയാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ ലോ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ലോ ക്വാളിറ്റി ആവും. ഇപ്പം ട്രാൻസ്ഫോമറുകൾ തന്നെ കോപ്പറിൽ ചെയ്യുന്നവരുണ്ട്, അത് അലുമിനിയത്തിൽ ചെയ്യണം. അലുമിനിയത്തിൽ ചെയ്യുമ്പോൾ അല്പം വില കുറവായിരിക്കും, പക്ഷേ അതിൽ പെർഫോമൻസിൽ നല്ല വ്യത്യാസങ്ങൾ വരും. നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ ഞാൻ മറ്റേ 2.2 ആംപ്ലിഫയർ തന്നെ അത് 200 വാട്ട്സിൻ്റെ 3 ചാനലും 300 വാട്ട്സിൻ്റെ സബും വെച്ച് ചെയ്ത ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ആംപ്ലിഫയറിൽ ആ ട്രാൻസ്ഫോമർ അത്യാവശ്യം നല്ല ആംബിയർ എടുക്കുന്ന ട്രാൻസ്ഫോമറും കൂടെയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ തന്നെ ഏകദേശം 7,000 രൂപ 8,000 രൂപ വിലയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ 25,000 രൂപയാവും. ആ ഫ്രണ്ട് പാനലിന് നല്ല വിലയുണ്ട്. ഇപ്പോൾ ആളുകൾ നമ്മളിപ്പം ക്യാബിന് ഇത്രയും വിലയെന്ന് പറയുമ്പോൾ ചിലവർ നമ്മളെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്യാബിൻ എന്ന് പറയുമ്പോൾ ആ ഇരുമ്പ് ക്യാബിൻ മാത്രമാണ്. അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന പാനൽ സെപ്പറേറ്റ് ആണ്. അതിന് ഏകദേശം മോഡൽ അനുസരിച്ചാണ് 2,000, 2,500, 3,000 അങ്ങനെ പല റേഞ്ചിലാണ്. ആ സിംഗിൾ ലെയർ, ഡബിൾ ലെയർ, പിന്നെ അതിൻ്റെ സൈസ്, തിക്നെസ് അങ്ങനെയൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ട് ഓർഡർ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ഒക്കെ തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഉള്ള വീഡിയോസ് അത്യാവശ്യം കുറച്ചുകൂടി നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.